ഹലോ ഗൈസ്, സോ നമ്മളിന്ന് പാർസൽ കിട്ടിയിട്ടുണ്ട്, അത് അൺബോക്സ് ചെയ്യാൻ പോവുക. ഞാനപ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ടൊരു 1 വീക്കായി. വേറൊന്നുമല്ല, ഓട്ടോ എൻജിന എന്ന ബ്രാൻഡിൻ്റെ ബാക്കിൽ വെക്കുന്ന ടോപ്പ് ബോക്സ് ആണ്. സോ അതിൻ്റെ അൺബോക്സിംഗ് ആണിന്ന്. എന്നിട്ട് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ബൈക്കിൽ ഫിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഓവറോൾ ലുക്ക്, കാര്യങ്ങൾ, ക്വാളിറ്റി, എന്തൊക്കെയാണ് ബോക്സിലുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. സോ അൺബോക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം നോക്കുമായിരുന്നു, കിട്ടിയില്ല. വീടിനകത്ത് കുറച്ച് പണി നടക്കും. ബൈക്കിൻ്റെ മുകളിൽ വെച്ച് തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോറി. പെട്ടി ഇത്ര ഉണ്ടെങ്കിലും സാധനം ഇത്ര ഇല്ല. ഞാൻ വിചാരിച്ചു ഇത്ര വലുതായിരിക്കുന്നു, പക്ഷേ ഇത്രയും ഇല്ല. പെട്ടിയും ഒറിജിനൽ പ്രൊഡക്റ്റും തമ്മിൽ ഇത്ര ഡിഫറൻസ് ഉണ്ട്. സോ നമുക്കിനി ഇത് പൊട്ടിക്കാം. എൻ്റെ ബോക്സിലൊരു സ്ക്രാച്ച് വീണ് കഴിച്ച് ഞാൻ അറിയാതെ ടീയിൽ ചെറുതായിട്ടൊന്ന് കൊണ്ടു. അപ്പോൾ നമുക്കിനി സൂക്ഷിച്ച് തുറക്കാം. ഇതാണ് നമ്മുടെ ടോപ്പ് ബോക്സ്. ഇതിൻ്റെ അടിയിൽ ബേസ് പ്ലേറ്റ് ഫിക്സഡ് ആയിട്ടാണ് വരുന്നത്. സോ ഈ ബേസ് പ്ലേറ്റ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ഊരിയെടുത്തിട്ട് ബൈക്കിൻ്റെ ഈ റാക്ക് വെക്കുന്ന ഭാഗത്തേക്ക് ഇതാദ്യം ഫിറ്റ് ചെയ്യണം. പാക്കറ്റിലുള്ള സാധനം എല്ലാം കൂടെ വെച്ചിട്ട് ഇത് ആദ്യം ഫിറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ടോപ്പ് ബോക്സ് ഇതിലേക്ക് സ്ലൈഡ് ചെയ്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്. പാർസലിൻ്റെ വെയിറ്റ് 15.9 കിലോസ് ആയിരുന്നു. പക്ഷെ അത് എനിക്ക് അത്ര വെയിറ്റ് തോന്നുന്നില്ല. 15 കിലോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഒരു 7-8 കിലോസ് 9 കിലോസ് അറിയില്ല. അപ്പം വലിയ ഭാരമില്ല, ലൈറ്റ് വെയിറ്റാണ്. ലൈറ്റ് വെയിറ്റ് അല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്നൊരു ഭാരമുണ്ട്, എന്നാൽ ഓവർ വെയിറ്റും ഇല്ല. ഇങ്ങനെ തുറക്കുക, ലോക്ക് മാറ്റുക, ഇത് പിടിക്കാൻ. ഓക്കെ, സോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ റബ്ബർ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് വാട്ടർ പ്രൂഫ് ഫീച്ചേഴ്സിന് വേണ്ടിയിട്ട്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ബാഗുണ്ട്, നല്ലൊരു പരിപാടിയാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഫുൾ ടോപ്പ് ബോക്സ് എടുക്കണമെന്നില്ല, ജസ്റ്റ് ബാഗ് മാത്രം അൺലോഡ് ചെയ്ത് നമുക്കിങ്ങനെ കൊണ്ടുപോകാം. ഓട്ടോ എൻജിനയുടെ ബ്രാൻഡിങ്, ലാപ്ടോപ്പ് സ്ലീവ്, സ്റ്റിക്കേഴ്സ് ആൻഡ് പില്ലിയൺ ഇരിക്കുമ്പോൾ ചാരി ഇരിക്കാനുള്ള കുഷനിങ്, 3M സ്റ്റിക്കറൊക്കെ ആയിട്ട്. പിന്നെ കീസ്, കുറച്ച് സ്ക്രൂസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടോപ്പ് ബോക്സിൻ്റെ കൂടെ വരുന്നത്. ഇനി നമുക്ക് ബേസ് പ്ലേറ്റ് ടോപ്പ് ബോക്സിൽ നിന്ന് ഊരിയെടുത്തിട്ട് റാക്കിലേക്ക് ഫിക്സ് ചെയ്യണം. ബോക്സിൻ്റെ കൂടെയാണ് ഈ കാണുന്ന ബേസ് പ്ലേറ്റ് കിട്ടുന്നത്. അപ്പം ഇത് ഊരാൻ വേണ്ടി ഈ 4 സാധനങ്ങളിലേക്ക് സ്ലൈഡ് ചെയ്ത് കയറാനുള്ള സ്ലോപ്പ് ഇതിൻ്റെ അടിയിലുണ്ട്. ഇതേ അതിലേക്ക് സ്ലൈഡ് ചെയ്താണ് നമ്മളിത് കയറ്റുന്നത്. അപ്പം ഫസ്റ്റ് ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ സ്ലൈഡ് ചെയ്ത് ഫസ്റ്റ് ഊരുക. ഞാൻ ഇതൊക്കെ കുറേ ഊരാൻ നോക്കി, ഇതിൻ്റെ അടിയിലത്തെ നട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഊരാൻ നോക്കി, എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഹിമാലയൻ്റെ സ്റ്റോക്ക് പാനിയർ റാക്കാണിത്, ഈ ബ്ലാക്ക്. ഇത് ഊരുക. ഇത് ഊരി കഴിഞ്ഞിട്ട് ഓട്ടോ എൻജിനയുടെ ഈ ബേസ് പ്ലേറ്റ്. സോ ഇത് ഊരുമ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് നട്ട് അത് മാറ്റുക, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓട്ടോ എൻജിനയുടെ ബോക്സിൽ കുറച്ചുകൂടെ ലെങ്ത്തുള്ള നട്ട് കിട്ടും. അതാണ് ഈ കിടക്കുന്ന 4 സോ ഓട്ടോ എൻജിനയുടെ ബേസ് പ്ലേറ്റും ഹിമാലയൻ 450യുടെ സ്റ്റോക്ക് പ്ലേറ്റും ഈ 4 ഹോളായിട്ട് മാച്ച് ചെയ്യുക. സ്റ്റോക്ക് നട്ട് മാറ്റുക. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇതേപോലത്തെ 4 വരും. അതിടുക, നീളമുള്ള നട്ടിടുക, ടൈറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ കാര്യം. നല്ലപോലെ ടൈറ്റ് ചെയ്ത് സേഫ് ആൻഡ് സെക്യൂറായിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഇതൊക്കെ ഊരാൻ നോക്കി. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഊരണമെന്ന്, ഊരാൻ പറ്റിയില്ല. എനിക്ക് ലൂസായപ്പം ബോക്സായിട്ട് ഇത് മാറി വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ പാക്കറ്റിൽ വരുന്നത് ഇതേപോലത്തെ ഞാൻ പറഞ്ഞ സാധനം 4 ഇവിടെയും അവിടെയും 4 സ്ഥലത്ത് ഈ 4 നട്ടിനടിയിൽ നമ്മൾ ഇടണം. എന്നിട്ട് വേണം ഇടാൻ. അപ്പം അതുകൂടി ഇടുമ്പോൾ നമുക്ക് സ്റ്റോക്ക് നട്ടിന് ലെങ്ത്ത് പോരാണ്ട് വരും. സോ നീളമുള്ള നട്ട് ഉപയോഗിക്കുക, സിമ്പിളായിട്ട് ഇടാം. അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ ഈസിയാണ്. പിന്നെ നമ്മളിതാ ടോപ്പ് ബോക്സ് എടുക്കുക. ഈ 4 കമ്പാർട്ട്മെൻറ്റ്
അലൈൻ ചെയ്യുക ആൻഡ് പുഷ് ഇറ്റ് ടു ലോക്ക് ഇറ്റ്. ഇവിടെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, ലോക്ക് ചെയ്യുക. അങ്ങനെ ടോപ്പ് ബോക്സ് മൗണ്ടഡ് ആവും. സോ ഇതാണ് ഹിമാലയൻ്റെ ടോപ്പ് ബോക്സ് വെച്ചിട്ടുള്ള ലുക്ക്. ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. പിന്നെ എൻ്റെ ബൈക്കിൽ കൂടുതലും ഞാൻ റോയൽ എൻഫീൽഡ് ജെനുവൽ മോട്ടോർ സൈക്കിൾ ആക്സസറീസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടോളർ വൈസർ, ഹെഡ്ലൈറ്റ് ഗ്രിൽ, റേഡിയേറ്റർ ഗാർഡ് ആൻഡ് ക്രാഷ് ഗാർഡ്, ഇതൊക്കെ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഷോറൂമിൽ നിന്ന് ഞാൻ ചെയ്യിപ്പിച്ചാണ്. ഹാൻഡ് ഗാർഡ് മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് ചെയ്തത്. സാഡിൽ സ്റ്റേ ലെജൻഡറിയുടെയും ഇപ്പം ടോപ്പ് ബോക്സ് നമ്മൾ വെച്ചേക്കുന്നത് ഓട്ടോ എഞ്ചിനീയറുടെയാണ്. സോ ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് യാത്രകൾ പോകാനുള്ള സമയമാണ്. അടുത്ത ട്രാവൽ വീഡിയോസായിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും. Until next video, nice one guys, take care. Ta-ra.